വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ സ്കൂൾ റീ ഓപ്പണിംഗ് ഡേ ആണല്ലോ ഇന്ന്, ജൂൺ 2 2 മാസത്തെ ലോങ് ഗ്യാപ്പിന് ശേഷം ഇന്ന് സ്കൂൾ തുറക്കുകയാണ്. ആൻഡ് ഒരു 1 ഇയർ ഗ്യാപ്പിന് ശേഷം ഞാൻ ബാക്ക് ടു സ്കൂൾ തിരിച്ച് സ്കൂളിലേക്ക് പോവുകയാണ്. അത് പഠിക്കാനല്ല, പഠിപ്പിക്കാൻ പോവുകയാണ്. ടീച്ചിങ് പ്രൊഫഷണൽ ടീച്ചറായിട്ട് പോവുകയാണ്. ഇത്ര കാലം വർക്ക് ചെയ്ത സ്കൂളിലല്ല, നമ്മളുടെ അടുത്തുള്ള ഒരു സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡേ ആണ് ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞത്. സ്കൂൾ കാര്യങ്ങളൊക്കെ മാക്സിമം കുറച്ച് ക്ലിപ്സൊക്കെ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം, എടുക്കാൻ ശ്രമിക്കാം. സ്കൂളിലുള്ള ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഒക്കെ വ്ളോഗൊക്കെ എടുക്കാൻ, എടുത്തോളൂ, വീഡിയോ എടുക്കാം, അങ്ങനത്തെ ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് കൂടെ ഉള്ളവരൊക്കെ. അപ്പോൾ ഞാൻ പറ്റുന്ന വീഡിയോസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്കൂളിൽ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഉണ്ട്. തിരിച്ച് പ്രൊഫഷനിലേക്ക് കയറുന്നതിന് ആ ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ ഒരു മോനെ കുറേ നേരത്തെ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, വിട്ട് നിൽക്കേണ്ടി വരും. മറ്റേത് ട്യൂഷനൊക്കെ പോകുമ്പോൾ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ മാക്സിമം മതി. ഇതെന്ന് പറഞ്ഞാൽ എനിക്കിനി 10:30 മുതൽക്ക് 4:30 വരെയാണ് സ്കൂൾ ടൈം. പക്ഷെ എനിക്ക് മോർണിംഗിൽ ഇനി ട്യൂഷനും ഉണ്ടായിരിക്കും. അപ്പോൾ ട്യൂഷന് പോയി അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി ഇപ്പോൾ ആ ഒരു ഗ്യാപ്പ് ടൈം കിട്ടില്ല. അപ്പോൾ ഒരു 8 മണി മുതൽക്കായിരിക്കും ട്യൂഷനൊക്കെ ഉണ്ടാവും. 8 മണി 8:30 ആ ടൈം. അപ്പോൾ 8 മണി മുതൽക്ക് 4:30 4:45 വരെ അവനങ്ങനെ കാണാതെ, ഞാനും അവൻ അത്ര നേരം കാണാതെ ഇരുന്നിട്ടില്ല, അവനെ എന്നെയും കാണാതെ ഇരുന്നിട്ടില്ല. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട്. ഒരു വിഷമം എന്ന് പറയാൻ പറ്റില്ല, നല്ല വിഷമമുണ്ട്. പക്ഷെ അവന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നത് എന്ന് ഓർക്കുമ്പോൾ ഐ എം ഹാപ്പി. കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം അല്ലേ. അപ്പം നമ്മളല്ലാതെ കുറേ കാലം ഈ വീട്ടിലിങ്ങനെ ഇരുന്നതുകൊണ്ടും വലിയ ബെനിഫിറ്റ് ഇല്ലല്ലോ. നമ്മളിപ്പോൾ വർക്ക് ചെയ്താലല്ലേ അവനും ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഡ്രസ്സെന്ന് സ്കൂളിൽ ഇട്ടുവിടുന്ന ഡ്രസ്സെന്ന് പറഞ്ഞാൽ സാരിയാണ്. അപ്പോൾ നമുക്കിനി സാരി കൊടുത്തു പോകും, എന്നും സാരി കൊടുത്ത് പോകണം. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ സാരിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്ത് ഞാൻ റെഡി ആയിട്ട് വരാം. ഇൻട്രോടെ ലോങ് ആക്കി വലിച്ചു നീട്ടുന്നില്ല. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. സോ എൻ്റെ ടീച്ചിങ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞു. ഈ നേരെ കുഞ്ഞിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ അടുത്തേക്ക് പോകും. സോ ലെറ്റ്സ് ഗോ ഗയ്സ്. ടാറ്റാ. അപ്പം അമ്മ സ്കൂളിൽ പോയിട്ട് വേഗം വരട്ടാ. കടയരുതിട്ടാ. അപ്പോൾ നമ്മൾ ഏകദേശം 9:30 ആകുമ്പോഴാണ് സ്കൂളിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കുള്ള സ്കൂൾ ടൈം എന്ന് പറഞ്ഞാൽ 10:30 മുതൽക്ക് 4:30 വരെയാണ്. പക്ഷെ ഇന്ന് എല്ലാവരോടും 9:30 എത്താൻ ഫസ്റ്റ് ഡേ ആയിരുന്നു. നമ്മൾ ഹൈസ്കൂളിലാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ 9th C ക്ലാസ് ടീച്ചറാണ്. അപ്പോൾ നമ്മൾ വരുന്ന കുട്ടികൾക്കൊക്കെ 8th പുതുതായി വരുന്ന കുട്ടികൾക്കൊക്കെ ഫ്ലവർ കൊടുത്തിട്ട് അവർ സ്വീകരിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള ബൊക്കകൾ കെട്ടിക്കൊണ്ടിരിക്കണം ഞങ്ങൾ. ഇതൊക്കെ എൻ്റെ കൂടെ വയ്ക്കുന്ന കൊളീഗ്സാണ്, എൻ്റെ കൂടെ വയ്ക്കുന്ന ടീച്ചേഴ്സാണ്. ഭയങ്കര സപ്പോർട്ടീവായ ടീച്ചേഴ്സാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ആ പരിപാടീസ് കഴിഞ്ഞു. അതുപോലെ കുറച്ച് അലങ്കാര പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് ഓൾറെഡി ഞങ്ങൾ ഇന്നലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫ്രണ്ടിൽ വന്നാണ് ഞങ്ങളുടെ HM. ആൻഡ് ഇതാണ് എൻ്റെ ക്ലാസ് റൂം. നമ്മൾ ബോർഡിലൊക്കെ ഇന്നലെ എഴുതി വെച്ചതാണ്. ഇങ്ങനെ വർക്ക് ഹാർഡ് ഡ്രീം എന്നൊക്കെ ഇന്നലെ സ്കൂളിൽ പോയ സമയത്താണ് ഈ അലങ്കാരപ്പണികളും ബോർഡും എഴുതിയൊക്കെ ഇന്നലെയായിരുന്നു. അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് പിന്നെ ബാക്കി കുറച്ച് പണികളുണ്ടായിരുന്നു. അതെല്ലാവരും രാവിലെ ഒന്നും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്ക് ലഡുവാണ് കൊടുക്കുന്നത്. പിന്നെ ഓൾ കുട്ടികൾക്ക് എല്ലാവർക്കും പായസം ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ ബാൻഡ് മേളം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളാണ്. ബാൻഡ്, കുട്ടികളുടെ ഡാൻസ്, പാട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂളിന്റെ അഭിമാന താരങ്ങളായ LSS, USS ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എല്ലാവരും നല്ലൊരു ക്ലാപ്പ്. അപ്പോൾ അങ്ങനെ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞ് കുട്ടികളുടെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഹൈസ്കൂൾ കുട്ടികൾക്ക് ലഡും പൂവൊക്കെ കൊടുത്ത് അവരെ വെൽക്കം ചെയ്തു. കുറച്ച് നേരം ക്ലാസ്സിലിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് 1:30 ആകുമ്പോൾ സ്കൂൾ വിട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന് ശേഷം ഒരു ലഹരിക്കെതിരായിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ
നമുക്ക് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം 4:30 ആയിട്ടുണ്ടായിരുന്നു. നേരെ അങ്ങനെ വീട്ടിലേക്ക് പോരുകയും ചെയ്തു. സോ ഗൈസ്, അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ആകെ ക്ഷീണിച്ചൊരു കോലമായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മൊത്തം കംപ്ലീറ്റ് ഒന്നും എനിക്ക് പറ്റണില്ല. അപ്പം അങ്ങനെ വീട്ടിലെത്തി ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നത് ആരാ? ഇനി സണ്ണമണിയാ പറഞ്ഞ് എൻ്റെ അമ്മ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ അമ്മേനെ സപ്പോർട്ട് ചെയ്യുമെന്ന് കേട്ടോ. സോ ബൈ ഗൈസ്.